ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പേടിഎം ക്യാഷ് ഏൺ ചെയ്തെടുക്കാം. ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് ആണ്. ഇതിൽ മിനിമം വിഡ്രോൾ എന്ന് പറയുന്നത് 10 രൂപയാണ്. നമുക്ക് സെൽഫായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇനി അധികം പറഞ്ഞ് ലേഖ അടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കണും ഓൾ എന്ന് പക്ഷേ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻസും കൂടാതെ ലിമിറ്റഡ് ആയിട്ടുള്ള ലൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴെ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ താഴെ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന പ്ലേ സ്റ്റോർ ആപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോകുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷൻ്റെ MB സൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഫേക്ക് ആണ് എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് ഫേക്കും കാര്യങ്ങളൊന്നുമല്ല. ഏകദേശം 2.6 MB വരുന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനങ്ങനെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്നും മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യേണ്ട നിൽക്കണ്ട. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന രജിസ്റ്റർ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് നെയിം ചോദിക്കും, ലാസ്റ്റ് നെയിം ചോദിക്കും. അപ്പോൾ അതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പേടിഎം നമ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID ചോദിക്കുന്നതായിരിക്കും. പിന്നീട് നമ്മുടെ റഫറൽ കോഡ് ചോദിക്കുന്നതായിരിക്കും. റഫറൽ കോഡ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസായിട്ട് എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾ താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ് വരുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ് വരുന്നതിന് മുന്നേ നമ്മുടെ OTP വെരിഫിക്കേഷനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ OTP ഇവിടെ എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾ വെരിഫൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇത്ര മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സൈൻ അപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ് നമുക്ക് ഇങ്ങനെയാണ് ലഭിക്കുക. അതിൻ്റെ ഹോം പേജിൽ തന്നെ നമുക്ക് ഏൺ ചെയ്യാനുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് സെൽഫായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. കുറേ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അവർ പറഞ്ഞ എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എമൗണ്ടും കാര്യങ്ങളൊന്നും ആഡ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഒരു ടാസ്ക് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 5 രൂപയുടെ ടാസ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അവർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം, പിന്നെ നമ്മുടെ ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതുകൂടാതെ കുറേ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ താഴെ കാണാൻ കഴിയും. അത് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് 3 രൂപയുടെ ടാസ്ക് എന്താണെന്ന് നോക്കാം. ഇതിൽ വെറുതെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 3 രൂപ നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. ഇതൊക്കെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്തും കുറേ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് 7 രൂപയുടെ ടാസ്ക് എന്താണെന്ന് നോക്കാം. താഴെ കാണുന്ന കണ്ടീഷൻസൊക്കെ നിങ്ങൾ പാലിക്കണം. എന്നാൽ മാത്രമേ അവർ പറയുന്ന എമൗണ്ട് നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ടാസ്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ വർക്ക് ചെയ്യാം, സെൽഫായിട്ട് വർക്ക് ചെയ്യാവുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഈ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ടാസ്കും കാര്യങ്ങളൊക്കെ വരുമെന്ന്. അപ്പോൾ നമുക്ക് ഈ ടാസ്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ഡേ ടു ഡേ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഗെയിമിംഗ് ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ലേറ്റസ്റ്റ് ഓഫർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ലേറ്റസ്റ്റ് ആയ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ കാണും. മെയിനായിട്ട് നമ്മുടെ ഹോം പേജിലുള്ള ഓഫർ തന്നെയാണ് ഇതിലും കാണുക. പിന്നെ നമുക്കിതിൽ റെഫർ ചെയ്തുകൊണ്ട് എമൗണ്ട് ഏൺ ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ 2 വാലറ്റാണ്. ഒന്ന് നമ്മൾ സെൽഫായിട്ട് വർക്ക് ചെയ്യുന്നു, പിന്നെ നമ്മുടെ റെഫർ ചെയ്തുകൊണ്ട് എമൗണ്ട് ഏൺ ചെയ്യുന്ന വാലറ്റുമാണ്. അപ്പോൾ ഇത് നമുക്ക് റെഫർ ചെയ്യാനായിട്ട് നിങ്ങൾ റെഫറൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓരോ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ആദ്യം ഇതിൽ 5 രൂപയായിരുന്നു, ഇപ്പോൾ ഇത് എമൗണ്ടും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ട് എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാവുന്നതാണ്. നമ്മൾ റെഫർ ചെയ്ത ഫ്രണ്ട് നമ്മുടെ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ അവർക്കും സൈൻ അപ്പ് ബോണസായിട്ട് നമുക്ക് 3 രൂപ കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഏൺ ചെയ്ത പൈസ, അതായത് നമ്മൾ റെഫർ ചെയ്തുകൊണ്ട് ഏൺ ചെയ്ത പൈസ വിഡ്രോ ചെയ്യാനായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ടു പേടിഎം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പേടിഎം നമ്പറൂടെ എൻ്റർ ചെയ്യുക. പിന്നെ നമ്മൾ എമൗണ്ട് എന്ന ഭാഗത്ത് മിനിമം 10 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ മിനിമം വിഡ്രോ എന്ന് പറയുന്നത് 10 രൂപയാണ്. ഏകദേശം ഒരു 4 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 12 രൂപയായിട്ട് നമ്മുടെ പേടിഎം വാലറ്റിലോട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്, അത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. പിന്നെ ഇതിൽ നമ്മൾ ഏൺ ചെയ്ത പൈസ, അതായത് നമ്മൾ സെൽഫായിട്ട് വർക്ക് ചെയ്ത പൈസ വിഡ്രോ ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു വാലറ്റ് കാണാൻ കഴിയും. അത് അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് അവിടെ നിന്നും നമുക്ക് സാധാരണ പോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ വിഡ്രോ ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് ഏകദേശം 24 മണിക്കൂർ എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇതിലും സാധാരണ പോലെ തന്നെ ട്രാൻസ്ഫർ ടു പേടിഎം എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വിഡ്രോ ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് ഏകദേശം മിനിമം വിഡ്രോ എന്ന് പറയുന്നത് 20 രൂപയാണ്. അപ്പോൾ രണ്ടിലും ചേഞ്ച് വരുന്നുണ്ട്. റെഫർ വാലറ്റിൽ നമുക്ക് 10 രൂപയും ഇതിൽ നമുക്ക് 20 രൂപയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഡെയിലി നമുക്ക് നല്ല രീതിയിൽ തന്നെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാം. സെൽഫായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20 വളരെ സിമ്പിളായിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അടുത്തൊരു മണി മേക്കിംഗ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.